ഹായ് ഓൾ 2026 സെൻസെക്സ് 1,00,000 പോയിൻറ്റും നിഫ്റ്റി 30,000 പോയിൻ്റ് എത്തും എന്ന ഒരു സൂചനകളാണ് നമ്മൾ ഈ വീഡിയോ കൂടെ കാണാൻ പോകുന്നത്. റീസൺ നമ്പർ 1, ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ 3% നിന്ന് 2%ലേക്ക് 2026 എത്തുമെന്ന് RBIയുടെ റിപ്പോർട്ട് വരുന്നുണ്ട്. റീസെൻ്റായിട്ട് വന്നിട്ടുള്ള റേറ്റ് കട്ട് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സും അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും കൂടുതൽ ലോൺ എടുത്തുകൊണ്ട് അസറ്റ് ക്ലാസുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. 2026 GDP 7% ആവുകയും കൂടുതൽ ഇന്ത്യയിൽ കൺസപ്ഷൻ ഉണ്ടാവുകയും GDP ആക്സിലറേഷൻ സഹായിക്കുന്നു. കറൻ്റ്ലി ഇന്ത്യൻ റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്ത് 90 രൂപയിൽ നിൽക്കുകയാണെങ്കിലും ഈ വർഷം ഈ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ആകുമ്പോഴത്തേക്കും 88 രൂപയിൽ എത്തുമെന്ന് റിപ്പോർട്ട്സ് ഉണ്ട്. അതുപോലെ ഇമ്പോർട്ട്സ് ലൈക്ക് ക്രൂഡ് ഓയിൽ അതെല്ലാം ചീപ്പർ ആവുന്നു. ഇന്ത്യൻ GDPയുടെ 18% കോൺട്രിബ്യൂഷൻ വരുന്ന അഗ്രികൾച്ചർ സെക്ടറിൽ നിന്നാണ്. അഗ്രികൾച്ചർ സെക്ടറിൽ തന്നെ അവർക്ക് NBFCന്ന് കൂടുതലായിട്ട് ലോൺ എടുക്കാൻ പറ്റുകയും ക്രെഡിറ്റ് ഗ്രോത്ത് കൂടുതലായിട്ട് വരികയും ചെയ്യുന്നു. US ഫെഡറൽ റേറ്റ് കട്ട് വരുന്നു. അതുപോലെ തന്നെ ഇൻഫ്ലോ ടു ദ മ്യൂച്വൽ ഫണ്ട്സ്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആൻഡ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ്, അതുപോലെ കൂടുതൽ ലിക്വിഡിറ്റി വരുന്നു. അതുപോലെ ഇപ്പോൾ ഇന്ത്യയും US ആയിട്ടുള്ള താരിഫിൻ്റെ റിഡക്ഷന് വേണ്ടിയുള്ള ചർച്ചകൾ നടക്കാൻ പോവുകയാണ്. അമേരിക്കൻ ബ്രോക്കിംഗ് ഫേംസ് ആയിട്ടുള്ള മോർഗൻ സ്റ്റാൻലിയും JP മോർഗനുമാണ് സെൻസെക്സ് 1,00,000 പോയിൻറ്റും നിഫ്റ്റി 30,000 പോയിൻ്റ് എമ്പതെന്ന് പ്രഡിക്ഷൻസ് ഇട്ടത്. 2026 GDPയുടെ 2 ടൈംസ് ഏകദേശം പോർട്ട്ഫോളിയോയിൽ 14% മേലെ റിട്ടേൺസ് കിട്ടാനുള്ള സാധ്യതയാണ് നമ്മൾ ഈ ഒരു പ്രഡിക്ഷനിൽ കൂടെ കാണുന്നത്. ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് ദിസ് നമ്പർ.